ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ പിന്നെയും നമുക്കൊരുമിച്ച് ഇപ്രകാരം ദൈവവചനത്തിൻ്റെ മുമ്പിലായിരിക്കാൻ കർത്താവ് നൽകി തരുന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസന്ധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും ക്രിസ്തീയ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപ നമ്മെല്ലാവരെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂക്ഷിച്ചതോർത്ത് പരിപാലിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. കർത്താവിൻ്റെ കരത്തിൽ അവിടെ നമ്മളെ വഹിക്കുകയും സൂക്ഷിക്കുകയുമൊക്കെ ചെയ്യുന്ന ആ ദൈവസ്നേഹത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. രാത്രി നമുക്ക് പിന്നെയും ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലെ ദൈവമക്കൾക്ക് വേണ്ടി താൻ പ്രാർത്ഥിക്കുന്ന ഈ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന രണ്ടാമത്തെ പ്രാർത്ഥനയാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. ആ വാക്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടെ വായിക്കാം. എഫെസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് ഒത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കുവാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. അതിനകത്ത് 16-ാം വാക്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അവിടെ എന്താണ് നമ്മൾ പറഞ്ഞു? 16-17 വാക്യങ്ങളിൽ പൗലോസ് പ്രാർത്ഥിക്കുന്നത് ദൈവം ആ വിശ്വാസികൾക്ക്, പിതാവായ ദൈവം ആ വിശ്വാസികൾക്ക് വരം നൽകേണ്ടതിനായിട്ടാണ്. 2 കാര്യങ്ങൾക്കായിട്ടുള്ള വരത്തിന് വേണ്ടിയാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. ഒന്ന്, ആ വിശ്വാസികൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. അതാണ് ഒന്നാമത്തെ കാര്യം. ആ വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തു. രണ്ടാമത് വരം നൽകണം എന്ന് താൻ പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ 17-ാം വാക്യത്തിലാണ്. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്ന്. അപ്പം അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടേണ്ടതിന് വരം നൽകണം എന്ന് പ്രാർത്ഥിക്കുന്ന പൗലോസ് അതോട് ചേർത്ത് തന്നെ പ്രാർത്ഥിക്കുകയാണ്. അതോടൊരുമിച്ച് തന്നെ ക്രിസ്തു അവരുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണം എന്ന്. അപ്പം ഇവിടെ ക്രിസ്തു ഈ വിശ്വാസികളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിന് വരം നൽകണം എന്നാണ് താൻ അവിടെ പ്രാർത്ഥിക്കുന്നത്. അപ്പം വിശ്വാസികളുടെ ഹൃദയത്തിൽ, ഈ പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ ബൈബിളിൽ പൊതുവെ ഹൃദയം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെയൊക്കെ ശരീരത്തിൽ, നെഞ്ചിൽ, നമ്മുടെ ഏകദേശം ഇടത് മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് ഈ വലിപ്പത്തിൽ ആ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ആ രക്തം പമ്പ് ചെയ്യുന്ന ഹൃദയം എന്ന് പറയുന്ന ആ ഒരു അവയവത്തെ അല്ല ബൈബിൾ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ ബൈബിൾ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ഹൃദയം എന്ന് പറയുമ്പോൾ ബൈബിൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇമോഷൻസിൻ്റെയും വികാരങ്ങളുടെയും തീരുമാനങ്ങളുടെയും ഒക്കെ ഇരിപ്പിടം, അതാണ് ഹൃദയം എന്നുള്ളത് കൊണ്ട് ബൈബിൾ ഉദ്ദേശിക്കുക. അപ്പോൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഹൃദയം എല്ലാത്തിനേക്കാളും കപടവും വിഷമവുമുള്ളത് എന്നൊക്കെ ബൈബിൾ പറയുമ്പോൾ, നമ്മുടെ ഈ ഹാർട്ട് എന്ന് പറയുന്ന ഒരു അവയവത്തെ അല്ല ബൈബിൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇമോഷൻസിൻ്റെ, വികാരങ്ങളുടെയും നമ്മളുടെ തീരുമാനങ്ങളുടെയും ഇരിപ്പിടം എന്നുള്ള അർത്ഥത്തിലാണ്
അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ക്രിസ്തു നിങ്ങളുടെ വികാരങ്ങളുടെയും തീരുമാനങ്ങളുടെയും ഒക്കെ എടുക്കുന്ന ആ സെൻറ്ററിൽ, ആ സ്ഥാനത്ത് ആര് വസിക്കണം? ക്രിസ്തു വസിക്കണം എന്നാണ് അപ്പോസ്തലൻ അവിടെ ആഗ്രഹിക്കുന്നത്. അതിനുള്ള വരം പിതാവിൽ നിന്ന് അവർക്ക് ലഭിക്കണം എന്നാണ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത്. നോക്കൂ, ഇവിടെ നമ്മൾ കർത്താവ് തന്നെ നമുക്ക് തന്നിട്ടുള്ള ചില വാഗ്ദത്തങ്ങൾ നമുക്കറിയാം. അതിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ ഈ എഫേസ് ലേഖനത്തിൽ തന്നെ 2-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം നമ്മൾ വായിച്ച് നേരത്തെ ധ്യാനിച്ചതാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, എഫേസ് ലേഖനം 2:22, അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. അപ്പം നാം ദൈവത്തിൻ്റെ നിവാസമാണ്. അവിടെ സഭയെയാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എങ്കിലും നാം വ്യക്തികളും ദൈവത്തിൻ്റെ നിവാസമാണ് എന്ന് നമ്മളന്ന് പറഞ്ഞു, ദൈവത്തിൻ്റെ മന്ദിരമാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നതാണ്, അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്ന് അറിയിക്കുവാൻ ദൈവത്തിനിഷ്ടമായി. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളതാകുന്നു. അപ്പം ദൈവത്തിൻ്റെ മഹിമാധനം എന്താണ്? ദൈവത്തിൻ്റെ ആ മർമ്മം, ദൈവത്തിൻ്റെ ആ സീക്രട്ട്, അത് വിശ്വാസികൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് പൗലോസ് അവിടെ. എന്താണ് ആ സീക്രട്ട്? പറയുകയാണ്, അത് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു, നിങ്ങളിൽ വസിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു വിശ്വാസിയുടെ പ്രത്യാശ അതാരാണ്? മഹത്വത്തിൻ്റെ പ്രത്യാശ ആരാണ്? ക്രിസ്തുവാണ്. കാരണം അവൻ തേജസ്കരിക്കപ്പെട്ടതുപോലെ നമ്മളും തേജസ്കരിക്കപ്പെടും എന്നുള്ളതാണ് ഒരു ക്രിസ്ത്യാനിയുടെ പ്രത്യാശ എന്ന് പറയുന്നത്. ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് അവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ഉയർപ്പിക്കും. അതാണ് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ പ്രത്യാശ. അപ്പം യേശു അവൻ മരിച്ചിട്ട് 3-ാം ദിവസം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് തേജസ്കരിക്കപ്പെട്ടതുപോലെ നാമും തേജസ്കരിക്കപ്പെടും. ഇതാണ് നമ്മുടെ പ്രത്യാശ. ആ പ്രത്യാശ അത് ക്രിസ്തുവാണത്. കാരണം ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ച് ക്രൈസ്റ്റ് സെൻറ്റേർഡ് ആയിട്ടാണ് ആ പ്രത്യാശ നിൽക്കുന്നത്. ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടാണ് ആ പ്രത്യാശ നിൽക്കുന്നത്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞത്, ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്. അപ്പം നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരം ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. അതുകൊണ്ടാണ് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എന്ന് പറയുന്നത്. ആ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. നോക്കുക, രോഗസൗഖ്യം തരുന്നവനായ ക്രിസ്തു അല്ല, സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് വിടുവിക്കുന്ന ക്രിസ്തു അല്ല, ഭൗതിക നന്മകളെ കൊണ്ട് നിങ്ങളെ നിറയ്ക്കുന്ന ക്രിസ്തു അല്ല, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു. ആ മഹത്വീകരണം, ഗ്ലോറിഫിക്കേഷൻ, തേജസ്കരണം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള ആ പ്രത്യാശ, അത് നിങ്ങൾക്ക് നൽകുന്ന ക്രിസ്തു, അവൻ നിങ്ങളിൽ വസിക്കുന്നു എന്നുള്ളതാണ് കൊലോസ് ലേഖനം നമ്മളോട് പറയുന്നത്. അപ്പം കൊലോസ് ലേഖനത്തിൽ ആ മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തു
ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു അല്ലെങ്കിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുമ്പോൾ എഫേസ് ലേഖനത്തിൽ പൗലോസ് വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ആ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കാനുള്ള വരം നിങ്ങൾക്ക് ലഭിക്കണമെന്ന്. അപ്പോൾ കൊലോസ് ലേഖനത്തിൽ വസിക്കുന്നു എന്ന് പറഞ്ഞ പൗലോസ് എഫേസ് ലേഖനത്തിൽ ആ വസിക്കാനുള്ള വരം ലഭിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? അതായത് കൊലോസ് ലേഖനത്തിൽ പൗലോസ് പറയുന്നത് ആ മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. എന്നാൽ എഫേസ് ലേഖനത്തിൽ ഈ വരം ലഭിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മുടെ വികാരങ്ങളും നമ്മുടെ തീരുമാനങ്ങളുമെല്ലാം എപ്പോഴും ആ പ്രത്യാശയ്ക്കനുസരിച്ചുള്ളതായിരിക്കണം. ആ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ ഡിസിഷൻസിൻ്റെയും ഇമോഷൻസിൻ്റെയും ഒക്കെ കൺട്രോളിംഗ് പോയിൻ്റായിട്ടുള്ള ഹൃദയത്തിൽ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തുവാണ് വസിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അങ്ങനെ വസിക്കുന്നെങ്കിൽ all your emotions will be related with that eternity. നമ്മുടെ വികാരങ്ങൾ മൊത്തം നിത്യതയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. നമ്മുടെ തീരുമാനങ്ങൾ മുഴുവൻ നിത്യതയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. നിത്യതയായിരിക്കും ഇതിനെല്ലാം സ്വാധീനിക്കുന്നത്. ഈ ലോകത്തിലെ താൽക്കാലികമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ തിയററ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ സൈഡ് നമ്മൾ പറയുന്ന പോലെ സൈദ്ധാന്തികമായിട്ടുള്ള വശവും പ്രായോഗികമായിട്ടുള്ള വശവും ഇതാണ്. അപ്പോൾ ക്രിസ്തു നമ്മൾ വസിക്കുന്നു എന്നുള്ളത് സൈദ്ധാന്തികമായിട്ട് തിയററ്റിക്കലായിട്ട് പറയുമ്പോൾ, ആ വാസം അത് പ്രാക്ടിക്കലാകുവാനുള്ള വരം നമുക്ക് ലഭിക്കുവാനായിട്ടാണ് ആര് പ്രാർത്ഥിക്കുന്നത്? പൗലോസ് എഫസോസിലെ വിശ്വാസികൾക്ക് വേണ്ടി താൻ പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, അപ്പം ഇനി കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള ചില വാഗ്ദത്തങ്ങളുണ്ട്. നമുക്ക് നോക്കാം. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. ഇവിടെ കർത്താവ് ഈ കാര്യം പറയുന്നത് തൻ്റെ അപ്പോസ്തലന്മാരിൽ ഒരാളായ ഇസ്കരിയോത്തോ അല്ലാത്ത യൂദ തന്നോടൊരു കാര്യം ചോദിച്ചതിൻ്റെ മറുപടിയായിട്ടാണ് പറയുന്നത്. 22-ാം വാക്യത്തിൽ ആ ചോദ്യം കിടക്കുന്നുണ്ട്. യോഹന്നാൻ 14:22 നമ്മൾ വായിക്കുന്നു: ഇസ്കരിയോത്തോ അല്ലാത്ത യൂദ അവനോട്, കർത്താവേ, എന്ത് സംഭവിച്ചിട്ടാകുന്നു നീ ലോകത്തിനല്ല ഞങ്ങൾക്കത്രേ നിന്നെ വെളിപ്പെടുത്തുവാൻ പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പം ഇസ്കരിയോത്തോ അല്ലാത്ത യൂദ കർത്താവിനോട് ചോദിക്കുകയാണ്: കർത്താവേ, എന്ത് സംഭവിച്ചിട്ടാണ് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്താനായിട്ട് പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പം ഇദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് ഇരിക്കുന്നത് കർത്താവ് തന്നെ വെളിപ്പെടുത്തുന്നത് എന്തോ ഒരു സംഭവത്തിൽ കൂടായിരിക്കുന്ന. കാരണം 21-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും എന്ന് പറഞ്ഞു. അപ്പോൾ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോഴേ ഇദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് ചിന്ത വന്നത് എന്തോ വലിയൊരു സംഭവം, ഒരു അത്ഭുതം അല്ല, ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃത്യാതീതമായിട്ടുള്ള എന്തോ ഒരു കാര്യം കർത്താവ് ചെയ്ത് അങ്ങനെ കർത്താവ് തന്നെ വെളിപ്പെടുത്തും എന്നാണ് ഇവർ വിചാരിച്ചത്. അതുകൊണ്ട് കർത്താവ് തന്നെ വെളിപ്പെടുത്തും എന്ന് പറഞ്ഞപ്പോൾ ഉടനെ
യൂദാ ചോദിച്ചത്, കർത്താവെ, എന്ത് സംഭവിച്ചിട്ടാണ് നീ നിന്നെ തന്നെ വെളിപ്പെടുത്താൻ പോകുന്നത്? അത് എന്ത് സംഭവത്തിലൂടെയാണ്, എന്ത് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള, പ്രകൃത്യാതീതമായിട്ടുള്ള എന്ത് കാര്യത്തിലൂടെയാണ് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്താനായിട്ട് പോകുന്നത്? ഇന്നും മനുഷ്യരെല്ലാം പ്രതീക്ഷിക്കുന്നത് എന്തോ പ്രകൃത്യാതീതമായിട്ടുള്ള ചില അത്ഭുതങ്ങളിലൂടെ തന്നെ വെളിപ്പെടുത്തുന്ന യേശുവിനെ അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത്, അല്ലേ? അതെ, അതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ മിക്കവാറും യോഗങ്ങളുടെയൊക്കെ നോട്ടീസുകളിൽ വിടുതൽ പ്രാപിക്കുക, അനുഗ്രഹം പ്രാപിക്കുക, നിങ്ങളുടെ അത്ഭുതം പ്രാപിക്കുക, നിങ്ങൾക്ക് മാറ്റം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ ആളുകളെ ആകർഷിക്കാനായിട്ട് ശ്രമിക്കുന്നതും നമുക്കറിയാം. ആളുകളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ട്, അത് നമ്മൾ ശരിക്കും ചൂഷണം ചെയ്യുന്നത്. ആ ചിന്തയെ നമ്മൾ എന്ത് ചെയ്യുക? ചൂഷണം ചെയ്യുക. എന്നിട്ട് അവിടെ വന്നിട്ട് വിടുതൽ കിട്ടുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ ഇല്ലല്ലോ. കാരണം വിടുതൽ കിട്ടിയെങ്കിൽ പിന്നെ അടുത്ത മീറ്റിങ്ങിനും വിടുതലിന് വേണ്ടി അവരെ വിളിച്ചു വരുത്തേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? ഒരു മീറ്റിംഗ് നടത്തിയപ്പം വിടുതൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവരെ വിളിച്ചു വരുത്തി. അതിലവർക്ക് വിടുതൽ കിട്ടിയെങ്കിൽ പിന്നെ അടുത്തതിലും വിടുതൽ കിട്ടുമെന്ന് പറഞ്ഞ് അവരെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പം അടുത്തതിലും വിടുതൽ കിട്ടിയെന്ന് പറഞ്ഞ് വിളിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവർക്ക് നേരത്തെ എന്ത് കിട്ടിയില്ലെന്നാ? വിടുതൽ കിട്ടിയില്ലെന്നല്ലേ അതിൻ്റെ അർത്ഥം. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. ഇങ്ങനെ പൊള്ളയായിട്ടുള്ള വാഗ്ദത്തങ്ങൾ നമ്മൾ കൊടുക്കുന്നു എന്നല്ലാതെ ഇത് നടക്കുന്നില്ല. ഇത് ശരിക്കും ജനത്തിൻ്റെ ഈ ചിന്തയെ ഇന്ന് പലരും ചൂഷണം ചെയ്യുക. ആത്മീയതയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ ഒക്കെ ചൂഷണം ചെയ്യുക. അതൊരു മതത്തിൻ്റെ മാത്രം വിഷയമല്ല, എല്ലാത്തിലും ഇത് നടക്കുന്നുണ്ട്, എല്ലാത്തിലും ഇത് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് അദ്ദേഹവും ചോദിച്ചത്, യൂദായും ചോദിച്ചത്, എന്ത് സംഭവിച്ചിട്ടാണ് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്താനായിട്ട് പോകുന്നതെന്ന്. അപ്പം 23-ാം വാക്യത്തിന് യേശു പറഞ്ഞു, യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? ഞാനും എൻ്റെ പിതാവും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. അപ്പം യേശു എങ്ങനെയാ തന്നെ വെളിപ്പെടുത്തുന്നത്? പുതിയ നിയമസഭയിലെ വിശ്വാസികൾക്ക് യേശു എങ്ങനെയാണ് തന്നെ വെളിപ്പെടുത്തുന്നത്? എന്തെങ്കിലും അത്ഭുതം ചെയ്തിട്ടാണോ? അല്ല. എന്തെങ്കിലും പ്രകൃത്യാതീതമായിട്ടുള്ള സംഭവങ്ങളിലൂടെയാണോ? അല്ല. പിന്നെങ്ങനെയാ? അതാ യൂദ ചോദിച്ചത്, നീ എന്ത് സംഭവിച്ചിട്ടാണ് നിന്നെ തന്നെ വെളിപ്പെടുത്താൻ പോകുന്നതെന്ന്. കർത്താവ് പറഞ്ഞു, അങ്ങനല്ല ഞാൻ വെളിപ്പെടുത്താൻ പോകുന്നത്. ഞാൻ വെളിപ്പെടുത്താൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ ആം ഗോയിങ് ടു live with them. ഞാനും പിതാവും അവരുടെ കൂടെ വസിക്കും. അങ്ങനെ വസിച്ചിട്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? എന്നെ തന്നെ വെളിപ്പെടുത്താൻ പോകുന്നത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, ഒരാളെ കുറിച്ച് അറിയാനുള്ള ഏറ്റവും നല്ല വഴി എന്താ? ഏറ്റവും നല്ല വഴി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, അയാളുടെ കൂടെ ഒരു മാസമോ ഒരു വർഷമോ എങ്ങാനും താമസിക്കുക എന്നുള്ളതാണ് ഒരാളെ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത്. കാരണം അല്ലാതെ വല്ലപ്പോഴൊക്കെ കാണുന്നത് അത് നമ്മൾ മുഖം മൂടിയൊക്കെ ഇട്ട് പോളിഷ്ഡ് ആയിട്ടുള്ള രീതിക്കാണ് നമ്മൾ ഇടപെടുക. ഒരാളുടെ ശരിയായിട്ടുള്ള സ്വഭാവം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അയാളുടെ കൂടെ ഒരു മാസം എങ്ങനെ താമസിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഒരാളെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ, ഒരാളെ വ്യക്തമായിട്ട് അറിയാനുള്ള ഏറ്റവും നല്ല വഴിയെന്ന് പറയുന്നത് അയാളോടുകൂടെ താമസിക്കുക എന്നുള്ളതാണ്. കർത്താവ് പറഞ്ഞു, അങ്ങനെ ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഐ വിൽ ബി വിത്ത് യു ഓൾവേസ്. ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ അങ്ങ് ഇരിക്കാൻ പോവുക. അപ്പം ഇന്ന് തൊട്ട്, അതായത് നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ തൊട്ട്
ഞാൻ നിങ്ങളുടെ കൂടെ വസിക്കാൻ പോവാ. അങ്ങനെ ഞാൻ നിങ്ങളുടെ കൂടെ വസിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്നെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. അതല്ലേ തന്നെ വെളിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. എന്നെക്കുറിച്ച് നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നതിനല്ലേ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുക എന്ന് പറയുന്നത്. യേശു പറഞ്ഞു അതിനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളുടെ കൂടെ വന്നങ്ങ് താമസിക്കാൻ പോവാ. ഞാൻ കൂടെ വന്ന് താമസിക്കാൻ പോവാ. സന്തോഷമുണ്ടോ? സന്തോഷമുണ്ടോ? കർത്താവിനെ മനസ്സിലാക്കാൻ കർത്താവ് നമുക്ക് വച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു പൊസിഷനാണ് അവൻ നമ്മുടെ കൂടെ വസിക്കുക എന്നുള്ളത്, നമ്മുടെ ഹൃദയത്തിൽ വസിക്കുക എന്നുള്ളത്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ എന്തെങ്കിലും സൂപ്പർ നാച്ചുറൽ മിറക്കിൾസിലൂടെ അല്ല കർത്താവ് തന്നെ വെളിപ്പെടുത്തുന്നത്. നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് ഒരിക്കലും പറഞ്ഞില്ല നിങ്ങളൊരു 100 രോഗികളെ വിളിച്ചുകൊണ്ട് പോയി ഞാൻ അവരെ സൗഖ്യമാക്കുന്നതിലൂടെ എന്നെ തന്നെ വെളിപ്പെടുത്താമെന്നല്ല കർത്താവ് പറഞ്ഞത്. നിങ്ങൾ പ്രശ്നങ്ങളുള്ളവരെയൊക്കെ എൻ്റെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് അവിടെയൊക്കെ പ്രശ്നം മാറ്റുന്നതിലൂടെ ഞാൻ അവർക്ക് എന്നെ തന്നെ വെളിപ്പെടുത്താമെന്നല്ല കർത്താവ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞത് ഞാൻ നിങ്ങളുടെ കൂടെ താമസിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാവും. നമ്മളിന്ന് ആൾക്കാരെ എന്ത് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്? കർത്താവിൻ്റെ കൂടെ താമസിക്കാൻ പറഞ്ഞിട്ടാണോ? അല്ലല്ലോ, അല്ല. അങ്ങനെ ഒരു കൺസെപ്റ്റ് നമുക്ക് പോലും ഇല്ല. പിന്നല്ല മറ്റുള്ളവരോട് പറയുന്നത്. നമ്മൾ മറ്റുള്ളവരെ ഏതാണ്ട് ഒക്കെ കാണാൻ, നിനക്ക് രോഗമുണ്ടോ ഇങ്ങോട്ട് പോവാ, അല്ലെങ്കിൽ നിനക്ക് പ്രശ്നമുണ്ടോ ഇങ്ങോട്ടോ, യേശു മാറ്റിത്തരും, വിടുതൽ, സൗഖ്യം, അനുഗ്രഹം, കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം, ശാപം മുറിക്കുന്നു, എന്തൊക്കെ ഉണർവ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ആൾക്കാരെ വിളിക്കുന്നത്. കർത്താവ് പറഞ്ഞത് ഇതൊന്നുമല്ല. കർത്താവ് പറഞ്ഞത് ഞാൻ നിങ്ങളുടെ കൂടെ വസിക്കും. അതിന് തയ്യാറുണ്ടോ? അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുണ്ടോ? എങ്കിൽ കർത്താവിനെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതാ പൗലോസ് എഫെസോസിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന്. അങ്ങനെ വസിച്ചു കഴിയുമ്പോൾ ഒന്നാമത് സംഭവിക്കുന്നത് ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് നമുക്ക് കർത്താവിനെ ശരിക്കും അറിയാത്തത് ഈ എബൈഡിങ് നമ്മൾ വിശ്വാസത്താൽ അംഗീകരിക്കാത്തതുകൊണ്ട്. ക്രിസ്തു നമ്മോടുകൂടെ വസിക്കുന്നു, നമ്മിൽ വസിക്കുന്നു എന്നുള്ളത് നാം വിശ്വാസത്താൽ അംഗീകരിക്കാതെ എന്തൊക്കെയോ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രതീക്ഷിച്ച് ഇങ്ങനെ നടക്കുന്നതുകൊണ്ടാണ് കർത്താവിനെ ഇന്ന് നമുക്ക് മനസ്സിലാകാത്തത്. ഓക്കെ, ഇനി മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അവിടെ കർത്താവ് പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. എന്താണ്? മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 19-20 വാക്യങ്ങൾ നമുക്ക് പരിചയമുള്ള വാക്യമാണ്. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നരുളി ചെയ്തു. നോക്കൂ, താൻ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തലന്മാരോട് പറയുക, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. നമ്മളോട് കൂടെ ഇരിക്കുന്ന യേശു. നിനക്ക് രോഗമുള്ളപ്പോൾ ഉണ്ടെന്നല്ല, നിനക്ക് പ്രശ്നമുള്ളപ്പോൾ ഉണ്ടെന്നല്ല, അതിനല്ല കർത്താവില്ല. എല്ലാ നാളും, എവരി ഡേ എന്ന് വരെ, ടിൽ ദ എൻഡ് ഓഫ് ദ വേൾഡ്, ലോകാവസാനം വരെ എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ട്.
ഉണ്ട്. സി, ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ നമ്മുടെ കൂടെ വസിക്കുന്നു എന്ന് അതിൻ്റെ അർത്ഥം അല്ലേ? അല്ലാതെ എങ്ങനെ ഉണ്ടാവുക? അങ്ങനെ ഉള്ളതിനല്ലേ നമ്മൾ കൂടെ വസിക്കുക എന്ന് പറയുന്നത് അല്ലേ? അതല്ലോ. അതിനേക്കാളപ്പുറത്ത് പിന്നെ എങ്ങനെ വസിക്കുക എന്നുള്ള വാക്ക് നമ്മൾ എങ്ങനെ പറയും? അതാണ് വസിക്കുക, കൂടെ വസിക്കുക എന്ന് പറയുന്നത്. അതാണ് ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട്. നോക്കിക്കേ, മത്തായിയുടെ സുവിശേഷം തന്നെ അതിൻ്റെ ആദ്യ ഭാഗത്തിലേക്ക് വരുമ്പോൾ എന്താണ് നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ എന്താണ്, മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം നമ്മൾ വായിക്കുന്നു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് നിവൃത്തിയാകുവാൻ ഇതൊക്കെ സംഭവിച്ചു. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ യേശു ആരാണ്? യേശു ഇമ്മാനുവേൽ. അവൻ ഇമ്മാനുവേലാണ്, ദൈവം നമ്മോട് കൂടെ. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയും സ്റ്റിൽ ഹീസ് ഇമ്മാനുവേൽ. അവിടെയും അവൻ ഇമ്മാനുവേലാണ്, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. നോക്കിക്കേ, മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ അവൻ ഇമ്മാനുവേലാണെങ്കിൽ അതിൻ്റെ അവസാനത്തിലും അവൻ ഇമ്മാനുവേൽ തന്നെയാണ്. അവൻ നമ്മോട് കൂടെ വസിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. അതിൻ്റെ 15-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. 15-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ, എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. Abide in me and I'll be abiding in you. See, it's a mutual responsibility. നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ്സ് എ മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി. അതായത് നിങ്ങൾ എന്നിൽ വസിക്കുക, ഞാൻ നിങ്ങളിലും വസിക്കും. ബി വിത്ത് മീ ആൻഡ് ഐ വിൽ ബി വിത്ത് യു. നിങ്ങൾ എൻ്റെ കൂടെ ആയിരിക്കുക, ഞാൻ നിങ്ങളുടെ കൂടെയും ഉണ്ടായിരിക്കും. അപ്പം ഇവിടെ ഒരു പ്രശ്നം വന്നു. ബാക്കി എല്ലാ സ്ഥലത്തും ഞാൻ നിങ്ങളുടെ കൂടെ താമസിക്കും, നിങ്ങളുടെ അടുത്ത് വരും, നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നൊക്കെ കർത്താവ് പറഞ്ഞിട്ടാണ്. ഈ 15-4 വന്നു കഴിഞ്ഞപ്പം ഇവിടെ ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടെ വന്നു. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അപ്പം ഇതാദ്യം പറഞ്ഞത് ഏതാ? നിങ്ങൾ എന്നിൽ വസിക്കണം. വസിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരുമിച്ചായിരിക്കാം. അപ്പം നിങ്ങൾ എൻ്റെ കൂടെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ എനിക്ക് നിങ്ങളിൽ വസിക്കാനായിട്ട് പറ്റില്ല. അതെങ്ങനെ ശരിയാവുക? അതങ്ങനെയല്ലേ ശരിയാവുള്ളൂ. കാരണം നിങ്ങൾ എൻ്റെ കൂടെ താമസിക്കാനായിട്ട്, ഒരു രാത്രി താമസിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണ്. പക്ഷെ നിങ്ങളുടെ കൂടെ താമസിക്കാൻ ഞാൻ തയ്യാറില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഈ പരിപാടി നടക്കും? അപ്പം 2 കൂട്ടരും കൂടെ തീരുമാനിച്ചെങ്കിലേ എന്ത് നടക്കത്തുള്ളൂ? ഒരുമിച്ച് താമസിക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുന്നു, ഞാൻ നിങ്ങളെ ഒഴിവാക്കി പൊക്കോണ്ടിരിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും എൻ്റെ കൂടെ താമസിക്കാനായിട്ട് പറ്റില്ല. അപ്പം 2 കൂട്ടർ ഒരുമിച്ച് താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്.
അത് പരസ്പര സമ്മതത്തോടു കൂടിയാണ് നടക്കുകയുള്ളൂ. അതാ കർത്താവ് പറഞ്ഞത്. അപ്പോൾ കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം, ഞാൻ താമസിക്കാൻ എപ്പോഴും റെഡിയാണ്, എനിക്കതിനകത്ത് പ്രശ്നമൊന്നുമില്ല, ഐ ആം റെഡി. ഇനി നിങ്ങളാ തീരുമാനിക്കേണ്ടത്. ഞാൻ താമസിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ താമസിക്കണം. നിങ്ങൾ എൻ്റെ കൂടെ താമസിക്കാൻ എപ്പോൾ വരുന്നു അപ്പോഴെല്ലാം നിങ്ങളുടെ കൂടെ താമസിക്കാൻ ഞാനിവിടെ ഉണ്ട്, ഞാൻ റെഡിയാണ്. ഞാനൊരിക്കലും പറ്റത്തില്ലെന്ന് പറയത്തില്ല. അത് കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 15:4 തീർത്തുന്നത്. അബൈഡ് ഇൻ മീ ആൻഡ് ഐ വിൽ ബി അബൈഡിങ് ഇൻ യു. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ കൂടെ താമസിക്കാൻ തയ്യാറില്ലെങ്കിൽ പിന്നെ കർത്താവ് എങ്ങനെ നമ്മുടെ കൂടെ താമസിക്കും? കർത്താവ് താമസിക്കാൻ റെഡിയാണ്. പക്ഷെ നമ്മൾ കർത്താവിൻ്റെ കൂടെ താമസിക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ കർത്താവ് എങ്ങനെ നമ്മുടെ കൂടെ താമസിക്കും? അവിടെയാണ് പ്രശ്നം വരിക. അവിടെയാണ് പ്രശ്നം വരുന്നത്. അപ്പം ഈ ഒരു വിഷയത്തിൽ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്, നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കർത്താവ് നമുക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ട്. ഹീ ഈസ് റെഡി, അവനതിന് തയ്യാറാണ്. പക്ഷെ നമ്മൾ അവൻ്റെ കൂടെ താമസിക്കാൻ തയ്യാറല്ലെങ്കിൽ അവൻ നമ്മളോട് കൂടെ എങ്ങനെ താമസിക്കും എന്നുള്ളതാണ് വിഷയം. അപ്പം ഇതാ ഞാൻ ആദ്യം ചോദിച്ചത്, കർത്താവ് നമ്മുടെ കൂടെ താമസിക്കുന്നതിൽ നമുക്ക് സന്തോഷമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത്. സത്യം പറഞ്ഞാൽ പലർക്കും ഇല്ലെന്നുള്ളതാ വിഷയം. കർത്താവ് നമ്മുടെ കൂടെ താമസിക്കുന്നതിൽ പലർക്കും സന്തോഷം ഇല്ലെന്നുള്ളതാ വിഷയം. അത് നമ്മൾ തുറന്ന് സമ്മതിക്കുകയല്ല കേട്ടോ, തുറന്ന് സമ്മതിക്കത്തില്ല. പക്ഷെ കാര്യം പറഞ്ഞു വരുമ്പം കർത്താവ് നമ്മുടെ കൂടെ താമസിക്കുന്നതിൽ നമുക്ക് സന്തോഷം ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുക. ഞാൻ ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ ആ ഭാഗം നിർത്താനായിട്ട് പോവുകയാണ്. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ലവോദിക്ക സഭയോട് കർത്താവ് പറയുന്ന ദൂതിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്. അതായത് 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം. അവിടെ കർത്താവ് പറയുക, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അപ്പം ലവോദിക്കയിലെ സഭയോടാണ് കർത്താവ് പറയുന്നത്. നമ്മളിത് പലപ്പോഴും അവിശ്വാസികളോട് പറയാറുണ്ട്. പക്ഷെ കർത്താവ് ഇവിടെ അവിശ്വാസികളോടല്ല പറഞ്ഞത്, സഭയോടാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഞാൻ നിൻ്റെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. അപ്പോൾ വാതിൽ നിന്ന് മുട്ടണം എന്നുണ്ടെങ്കിൽ കർത്താവ് എവിടെയാണ് ഉള്ളത്? സഭയ്ക്കകത്താണോ? അല്ല. അകത്താണെങ്കിൽ പിന്നെ മുട്ടേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല. അപ്പോൾ ഇപ്പം കർത്താവ് എവിടെയാ? സഭയ്ക്ക് പുറത്ത്. അപ്പോൾ സഭക്കാരെല്ലാം കൂടെ കർത്താവിനെ എന്ത് ചെയ്തു? പുറത്താക്കിയെന്ന് മാത്രമല്ല, വാതിലടച്ച് കുറ്റിയിടുകയും ചെയ്തു. അതുകൊണ്ടല്ലേ മുട്ടേണ്ടി വന്നത്. എന്ന് വെച്ചാൽ എന്താ? കർത്താവ് ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട എന്നവരങ്ങ് പറഞ്ഞു വെച്ചു. കർത്താവിനെ പുറത്താക്കിയിട്ട് വാതിലടച്ച് എന്ത് ചെയ്തു? കുറ്റിയിട്ടു. ഇപ്പം കർത്താവ് പുറത്തുനിന്ന് മുട്ടുക. അപ്പോഴും അകത്തെന്ത് നടക്കുക? സഭായോഗം നടക്കുക. സഭായോഗത്തിന് പാസ്റ്റർ പറയുന്നുണ്ട്, 2-3 പേരുടെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവിടെ നടുവിൽ ഞാനുണ്ടെന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് നമ്മുടെ നടുവിലുണ്ട്. വിശ്വസിക്കുന്നവരൊക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞതെന്ന് പറയുമ്പം എല്ലാവരും കൂടെ കൈപൊക്കി പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ഹല്ലേലൂയ പറയുന്നുണ്ട്. അപ്പോഴും കർത്താവ് പുറത്തുനിന്ന് മുട്ടിക്കൊണ്ടിരിക്കുക. എന്നാ കാര്യം? പുറത്താക്കി വാതിലടയ്ക്കാൻ എന്നാ കാര്യം എന്നറിയാമോ? അവർ പറഞ്ഞു, ഞാൻ സമ്പന്നൻ, എനിക്ക് വേണ്ടതൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ കർത്താവില്ലെങ്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും, സഭയുടെ കാര്യങ്ങളൊക്കെ നടക്കും അല്ലേ? ഞായറാഴ്ച പ്രാർത്ഥന, അതിനിപ്പോൾ കർത്താവിൻ്റെ ആവശ്യമുണ്ടോ? സത്യം പറഞ്ഞ് വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന കർത്താവിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ.
അല്ലെങ്കിൽ ശനിയാഴ്ച പ്രാർത്ഥന കർത്താവിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. നമുക്ക് റൂട്ടീൻ ഉണ്ട്, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ശീലത്തിലങ്ങ് ചെയ്തു പൊക്കോളൂ. അതിനൊന്നും കർത്താവിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ മാസയോഗമായിട്ടും കൺവെൻഷനായിട്ടും ഇതിനൊന്നും കർത്താവിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഈ പൈസ ഉണ്ടോ, നമ്മുടെ കയ്യിൽ ആൾക്കാരുണ്ടെങ്കിൽ നമുക്കങ്ങ് എന്ത് ചെയ്യാം. ഈ നമുക്ക് കർത്താവിൻ്റെ ആവശ്യമില്ല എന്നുള്ള സ്റ്റേജിലേക്ക് നമ്മൾ മാറി. അപ്പോൾ കർത്താവ് പിന്നെ നമുക്ക് ശല്യമാണ്. കാരണം എന്താ, അവിടെ കർത്താവ് ഉണ്ടെങ്കിൽ പിന്നെ ഇപ്പം ജീവിക്കുന്ന പോലെ ജീവിക്കാനും പറ്റത്തില്ലല്ലോ. ജീവിതത്തിനും സ്വഭാവത്തിനും ഒക്കെ കുറേ മാറ്റം വരുത്തേണ്ടി വരത്തില്ലേ. അതുകൊണ്ട് കർത്താവ് ഉള്ളത് ഇപ്പം ശല്യമായിട്ട് മാറി. അതായത് കർത്താവില്ലെങ്കിലും സഭയുടെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പൊക്കോളും. പിന്നെ കർത്താവ് അകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിക്ക് മുഴുവൻ മാറ്റം വരുത്തേണ്ടി വരും. അത് താല്പര്യമില്ലാത്തതുകൊണ്ട്, പരിപാടിക്ക് മാറ്റം വരുത്താൻ താല്പര്യമില്ലാത്തതുകൊണ്ട് കർത്താവിനെ പിടിച്ച് പുറത്താക്കി കുറ്റിയിട്ടു. ഇപ്പൊ കർത്താവ് പുറത്തുനിന്ന് മുട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചോട്ടെ, ഇന്ന് നമ്മുടെ സഭകൾക്കകത്ത് കർത്താവ് ഉണ്ടോ ഇല്ലയോ? നമ്മിൽ കർത്താവ് വസിക്കുന്നുണ്ടോ ഇല്ലയോ? കർത്താവ് വസിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ബിസിനസ്സാക്കി കൊണ്ട് നടക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം കർത്താവ് ആലയത്തിൽ കയറിയിട്ട് അവിടെ ആദ്യം ചെയ്തത് ബിസിനസ് നടത്തുന്നവരെല്ലാം അടിച്ച് പുറത്താക്കുക ചെയ്തത്. ഇന്ന് കർത്താവിൻ്റെ പേരിൽ നടത്തുന്ന സകല ബിസിനസ്സും തെളിയിക്കുന്നത് അതിനകത്ത് കർത്താവില്ലെന്ന്. കർത്താവിനെ പുറത്താക്കി സഭയുടെ വാതിൽ കുറ്റിയിടാതെ നിങ്ങൾക്കിതൊരു ബിസിനസ്സാക്കാൻ പറ്റില്ല. കർത്താവ് സമ്മതിക്കില്ല. ഇന്നതൊരു ബിസിനസ്സാക്കി ഇന്നിത് സ്വന്തം സാമ്രാജ്യത്തിന് വേണ്ടി, സ്വന്തം പേരിന് വേണ്ടി സംഘടനകളും ഉപദേശങ്ങളും ഒക്കെ ഉണ്ടാക്കി 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ 4-5 സഭകളായിട്ട് പോകുന്നത് കർത്താവ് അകത്തില്ലാഞ്ഞിട്ട. കർത്താവ് ഉണ്ടെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. നടക്കൂ? നടക്കത്തില്ല. ഇത് ബിസിനസ്സായത്, ഇത് ബിസിനസ്സാണ്. ഓരോ സംഘടനയുടെ പേരിലും ഓരോ വ്യക്തികളുടെ പേരിലും സഭാന്ന് ബോർഡ് വെച്ച് വിശ്വാസികളെ ഭിന്നിപ്പിച്ച് നിർത്തുന്നത് ഇതൊരു ബിസിനസ്സായത്. ഇതാ കർത്താവ് അകത്തില്ലാത്തതിൻ്റെ ലക്ഷണമാണ്. കർത്താവ് അകത്ത് വന്നാൽ ആദ്യം ചെയ്യുന്നത് ഈ ബിസിനസ് അടിച്ച് പുറത്ത് കളയും. അതിനെവിടെ കുറ്റിയിട്ടേക്കല്ലേ. കർത്താവ് പുറത്തുനിന്ന് മുട്ടിക്കൊണ്ടിരിക്കുക. പൗലോസ് എഫെസോസിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഈ ഒരു അനുഭവം വരാതിരിക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അതാണ് ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന്. പ്രിയ മക്കളെ, നമ്മുടെ ഉള്ളിൽ കർത്താവ് വസിക്കുന്നുണ്ടോ? നമ്മുടെ സഭകളിൽ കർത്താവ് വസിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ കർത്താവിനൊന്ന് തുറന്നു കൊടുക്കാവോ? ചിലതൊക്കെ കർത്താവ് അടിച്ചു പൊളിച്ച് കളയട്ടെ. കർത്താവിന് വേണ്ടാത്തത് സഭ എന്ന പേരിൽ അല്ലെങ്കിൽ ആത്മീയത എന്ന പേരിൽ നമുക്കെന്തിനാ? കർത്താവ് പൊളിച്ച് കളയാൻ താല്പര്യപ്പെടുന്നത് നീ എന്തിനാ കെട്ടിപ്പൊക്കി വെച്ചോണ്ടിരിക്കുന്നത്? കർത്താവ് പൊളിച്ച് കളയട്ടെ. എന്തിനാ അത്? തുറന്നു കൊടുക്ക് കർത്താവിന്. ആർ യു റെഡി? തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ കർത്താവ് നമ്മോട് കൂടെ വസിക്കും. കർത്താവ് നമ്മെ നടത്തും. കർത്താവ് തന്നെ നമുക്ക് വെളിപ്പെടുത്തും. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ അവിടത്തേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പൗലോസ് എഫെസോസിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ക്രിസ്തു വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന്, അവർക്ക് വരം ലഭിക്കേണ്ടതിന് ഞങ്ങളതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ, ഞങ്ങളുടെ സഭകളിൽ ക്രിസ്തു ഞങ്ങളോട് കൂടെ വസിക്കുവാൻ
ഞങ്ങൾ സ്വാതന്ത്ര്യം തരുന്ന കർത്താവ്, ഞങ്ങൾ വാതിലുകൾ തുറക്കുന്ന കർത്താവേ, നീ ഞങ്ങളുടെ ഉള്ളിലേക്ക്, ഞങ്ങളുടെ സഭകളിലേക്ക്, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നീ വന്നിട്ട് നിനക്ക് പൊളിച്ച് കളയേണ്ടതെല്ലാം പൊളിച്ച് കളഞ്ഞ് നിൻ്റെ ഇഷ്ടപ്രകാരം പണിയുവാൻ ഞങ്ങൾ പൂർണ്ണ സ്വാതന്ത്ര്യം അവിടത്തേക്ക് തരണം. അവിടെ നിങ്ങളെ സഹായിക്കണം. ഈ ക്ലാസ് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കണം. അവിടുത്തെ കൃപ പകരണം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എല്ലാ വിഷയങ്ങളും